ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന മൈനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ മൈനിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ, ക്രെയിനില്. ഏറടിച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില്, കല്ലിന്റെ ഉള്ളില് ഇതുപോലെ വീർക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയോ? ഇത് നമ്മളിത് ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന മൈനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മള് രാജസ്ഥാനിലെ കൃഷ്ണഘട്ട് അല്ലേ? രാജസ്ഥാനിലെ കൃഷ്ണഘട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാട്ടിത്തരുന്നുണ്ടല്ലോ. അത് നമ്മുടെ ഷിജോ ചേട്ടനാണ് കേട്ടോ. നമ്മുടെ നാട്ടില് കണ്ണൂരാണ്. ഇടനിലക്കാരനല്ലാതെ നാട്ടിലേക്ക് ഇത് മാർബിൾ എത്തിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ജോലി. അപ്പൊ നമുക്കുണ്ടല്ലോ ഷിജോ ചേട്ടാ, ഈ ഗ്രാനൈറ്റിന്റെ പുറകിലുള്ള പണികള് എന്താണെന്നുള്ളത് ഏറ്റവും ഇഷ്ടം നമുക്കൊന്ന് പറഞ്ഞു തരണം. തീർച്ചയായിട്ടും ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് മൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ബാക്കിയുള്ള പ്രോസസ്സിങ്, എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് ക്ലിയർ ആയിട്ട് ഈ വീഡിയോക്കകത്ത് വിശദീകരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങൾ നേരെ മൈനിലേക്ക് അങ്ങ് പോവാണ്. ഏറ്റവും ഇഷ്ടം കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നമ്മൾ മൈനിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. ക്രെയിനിന്റെ ഈ ഒരു സംഭവത്തെ കയറി നമ്മളങ്ങ് നേരെ പോവാണ് മൈനിലേക്ക്. നമ്മളിപ്പോ ഇത് ക്രെയിനേര് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്യാമറമാന് ഇത് കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ട്. ഇതുണ്ടോ അവരെല്ലാം. ഇത് നമ്മുടെ സുജിത്തേട്ടൻ, ഇതിനു മുമ്പ് നമ്മുടെ ഡയമണ്ട് ഡ്രോപ്പ് കട്ടിങ്ങിന്റെ ഇത് ഓണറാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. സുജിത്തേട്ടൻ നമ്മളോട് ഇവിടെ പരിചയപ്പെടാനായിട്ട് വന്ന്. അതുപോലെ ഇത് കുറച്ച് ജോലിക്കാരും ഉണ്ട്. എല്ലാരും താഴേക്ക് പോവാണ് കേട്ടോ. ക്രെയിനിലാണ് എല്ലാരും. ഇതുണ്ടോ അതേ കാണുന്ന ഏരിയയിലാണ് അത് ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഇരിക്കുന്നുണ്ടോ. അപ്പൊ ഇതിന്റെ താഴേക്ക് പോകാനായിട്ടൊരു ഓപ്ഷൻ ഈ ക്രെയിൻ മാത്രമേ ഉള്ളൂ. അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്യാസ്റ്റോ സൈസിലാണ്, ഏറ്റവും വലിയ സൈസിൽ. അത് നമ്മുടെ കേരളത്തിലും നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇന്ത്യയിലേക്കൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്മോൾ സൈസസാണ്. ഗ്യാസ്റ്റോ സൈസ് നമ്മൾ യൂസ് ചെയ്യാറില്ല. എക്സ്പോർട്ടിങ്ങിനാണ് മെയിനായിട്ട് ഗ്യാസ്റ്റോ സൈസുകൾ ഉപയോഗിക്കുന്നത്. 100 അടി താഴെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് കാണാനായിട്ട് ഇറങ്ങി നിൽക്കുന്നത്. ഗ്രാനൈറ്റ് പ്രോസസ്സിംഗ് മൊത്തമായിട്ട് നടക്കുന്ന ഫാക്ടറികളാണെങ്കിലും ബ്ലോക്ക് കട്ട് ചെയ്തുകൊണ്ട് വരുന്നത് മൈനുകളിലാണ്. അപ്പോൾ മൈനിൽ ഓരോ ബ്ലോക്കുകളും കട്ട് ചെയ്തെടുക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ്. ആദ്യം ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഡ്രില്ല് ചെയ്തെടുക്കും. ഏകദേശം ഒരു 10 അടിയോളം താഴ്ചയിലേക്ക് ഡ്രില്ല് ചെയ്ത് താത്തുവാണ് ചെയ്യുന്നത്. അതിനുശേഷം താഴെ നിന്ന് ഈ ഹോളുമായിട്ട് വേറൊരു മെഷീൻ ഉപയോഗിച്ചിട്ട്, ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് അത് മാച്ച് ചെയ്യും. മാച്ച് ചെയ്തതിന് ശേഷം ഇത് ഡയമണ്ട് ഡ്രോപ്പ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡയമണ്ട് ഡ്രോപ്പ് ഉപയോഗിച്ചിട്ട് 1 by 1 ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കും. ഇപ്പം 4 സൈഡിലും സ്ലാബുകൾ മുറിച്ച് കഴിഞ്ഞു. ഇനി ഇത് തമ്മിൽ അകത്തിയെടുക്കണം. അതിനുവേണ്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റൽ ബാഗ് റെഡിയാക്കുക എന്നുള്ളതാണ്. മെറ്റൽ ബാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. മെറ്റൽ ബാഗ് എയർ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് തമ്മിൽ അടുത്ത് ഇരിക്കുമായിരിക്കും. അത് ആ കല്ലുകൾ തമ്മിൽ നമുക്ക് അകത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി എന്താ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റൽ ബാഗ് ഉപയോഗിച്ചിട്ട് അതിനകത്തേക്ക് ഹെവി ആയിട്ട് എയർ നിറച്ച് ഫില്ല് ചെയ്യുന്നു. അത് ഈ സ്ലാബുകൾ തമ്മിൽ അകന്നു വരും. അപ്പോൾ അതിനെ JCB ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മൾ ഫാക്ടറിയിൽ കൊണ്ടുപോയി ഇവിടുന്ന് ലോഡ് ചെയ്ത് ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് കട്ട് ചെയ്ത് സ്ലൈസ് ആക്കിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സിങ് ചെയ്യുന്നത്. അത് ഫാക്ടറിയിലാണ്, നമുക്ക് ഫാക്ടറിയിൽ കാണാം. മൈനിന്റെ അകത്തെ കാഴ്ചകളെല്ലാം കണ്ടു അല്ലേ? അത്യാവശ്യം സാധാരണ മൈനിലൊന്നും അങ്ങനെ ഇറക്കുന്നതല്ല, പക്ഷെ മൈനിലിറങ്ങി നമുക്ക് ഫുള്ള് കാണാനുള്ള അവസരങ്ങളെല്ലാം കിട്ടി. ക്രെയിനില് തിരിച്ചു കയറി പോവാണ്. ഇനി അടുത്ത വിശേഷങ്ങൾ ഫാക്ടറിക്കകത്ത് അല്ലേ? ഫാക്ടറിയിൽ നമ്മൾ മാർബിളിന്റെ ഉണ്ട്, ഗ്രാനൈറ്റിന്റെ പ്രോസസ്സിംഗ് ഉണ്ട്. എല്ലാ പ്രോസസ്സിങ്ങും നമ്മൾ വിശദമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇനി മൈനിൽ നിന്ന് നമ്മൾ ബ്ലോക്കുകളെ ക്രെയിൻ ഉപയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെറ്റീരിയൽ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽ കയറ്റിക്കൊണ്ട് കിഷൻഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. കിഷൻഘട്ടിൽ നമ്മൾ 10-25 കിലോമീറ്റർ ഇപ്പുറത്താണ് ഉള്ളത്. ഇവിടുന്ന് നമ്മൾ മെറ്റീരിയൽ കയറ്റിക്കൊണ്ട് നേരെ കിഷൻഘട്ട് ഫാക്ടറിയിൽ എത്തിക്കും. കട്ട് ചെയ്ത ഗ്രാനൈറ്റ്, മാർബിള് ഇവയൊക്കെ നമ്മൾ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നിട്ട് അത് സ്റ്റോറിംഗ് ഏരിയയിലേക്ക് കൊണ്ടുവന്നിട്ട് അടുത്ത് കട്ട് ചെയ്യാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ കട്ട് ചെയ്യുന്ന പ്രോസസ്സിങ്ങിൽ ആദ്യം ഇവിടെ നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോലെ തന്നെ ഇവിടെയും ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് മാറ്റുന്നത്. ഹെവി വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ക്രെയിൻ തന്നെ വേണം. ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷീനിലേക്ക് മെറ്റീരിയൽ കൊണ്ടുവരിക. അതിനുശേഷം ട്രോളി ഉപയോഗിച്ചിട്ട് മാൻ പവർ ഉപയോഗിച്ചിട്ടാണ് അത് കൊണ്ടുവരിക. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബ്ലേഡ് സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് 18 mm വേണം, 16 mm വേണം. അതിനനുസരിച്ച് നമ്മൾ ഗേജ് സെറ്റ് ചെയ്തിട്ട് ബ്ലേഡ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഓരോ സ്ലാബിനും എത്രയാണ് തിക്നെസ് വേണ്ടത് ആ തിക്നെസ് അനുസരിച്ച് ഇതുപോലത്തെ ഗേജുകൾ ഉപയോഗിക്കും. ഈ ഗേജ് 18 mm. അതിനുശേഷം ഇത് സ്ലാബുകൾ അലൈൻമെൻറ്റ് ചെയ്ത് കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷമാണ് നമ്മുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് ബ്ലേഡ് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഹെവി പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ കട്ടിങ് ഇതാ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ആ സ്ലാബിനെ മൊത്തമായിട്ട് പുറത്തേക്ക് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത ഗ്രാനൈറ്റ് ഇനി എഫോക്സി അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിങ്ങിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ലാബുകളും എടുത്തിട്ട് അത് ക്ലിയർ ആയിട്ട് എഫോക്സി അപ്ലൈ ചെയ്ത് അത് ക്യൂറിങ്ങിനായിട്ട് വയ്ക്കും.
ക്യൂറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലാബുകളെ ഓരോന്നായിട്ട് ഹെവി പോളിഷിങ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രാനൈറ്റ് നമ്മൾ മാർബിൾ പോലെയല്ല, കുറച്ചും കൂടെ ഒരു ഹാർഡ് പോളിഷിംഗ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോസസ്സിംഗ് ആണ് നമ്മളിപ്പം മെഷീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോളിഷിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർബിൾ പോളിഷ് ചെയ്യുന്ന പോലെ അല്ല, ഇത് ഹെവി പോളിഷിംഗ് ആണ് ചെയ്യുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള പോളിഷിംഗ് ആണ്. ഇത് പോളിഷ് ചെയ്തിട്ട് പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് നമുക്ക് വരിക. അത് ജസ്റ്റ് ഒന്ന് അതിനുശേഷം ഒന്ന് ബഫ് ചെയ്തിട്ട് സ്റ്റോറിങ് ഏരിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ അങ്ങ് അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. വളരെ റിസ്ക് എടുത്താട്ടോ നമ്മൾ ഈ ഗ്രാനൈറ്റിന്റെ മൈനിലൊക്കെ പോയി ഫുള്ള് വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചിത്രീകരിച്ച് അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ലോകം തന്നെ അല്ലേ? അല്ലേ? ഇടനിലക്കാരില്ലാതെ നമ്മുടെ നാട്ടിലേക്ക് ഗ്രാനൈറ്റ് മാർബിളൊക്കെ ഇത് നമ്മൾ ഷിജോബായി എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ ഇടനിലക്കാരില്ലാതെ നാട്ടിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക്, അതുപോലെ ഷോപ്പുകളിലേക്ക്, മുതലായ സ്ഥാപനങ്ങളിലേക്കൊക്കെ നമ്മളിത് ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഷിജോബായിട്ടുള്ള കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളിത് ഡിസ്ക്രിപ്ഷൻ വെക്കുന്നതാണ്. എങ്ങനെയാണ് ഗ്രാനൈറ്റ് മാർബിള് ഇതൊക്കെ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ചായ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ശരിക്കും ഗ്രാനൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് കൊണ്ട് ഒരു കൂരയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട്